ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 മാത്തമാറ്റിക്സ് ലാബ് ക്ലാസ് റൂമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 1-ൽ നിന്നും 2025 മോഡൽ എക്സാമിനേഷൻ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ സൊല്യൂഷനുമാണ്. നമുക്കറിയാം, ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ലാബാണ് വാല്യൂ ഓഫ് ഫങ്ഷൻ, അതായത് ലാബ് 1. ഇതായിരുന്നു ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. 4 ചോദ്യങ്ങൾ, 10 മാർക്കിന്. നമുക്ക് വേണ്ടത് 8 മാർക്കാണ്. 8 മാർക്കിന് കറക്റ്റായിട്ട് ചെയ്താൽ മതിയാകും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സാധാരണ ചോദിക്കാറുള്ളത് പോലെ തന്നെ ഒരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഡയറക്ഷൻസും വളരെ കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടാവും. അത് കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി. ഞാൻ ജിയോജിബ്രയുടെ വിൻഡോ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഡയറക്ഷൻസ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഡയറക്ഷൻ, ഡ്രോ ദി ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ f of x = s². എങ്ങനെയാണ് ടൈപ്പ് ചെയ്യേണ്ടത് എന്ന് വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ക്യാപ്സ് ലോക്ക് ഓൺ അല്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. അതായത് ക്യാപിറ്റൽ ലെറ്ററിലല്ല ടൈപ്പ് ചെയ്യേണ്ടത് ഫംഗ്ഷനൊന്നും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും പല കുട്ടികളും ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്തത് കാണാറുണ്ട്. അത് അങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ കിട്ടണമെന്നില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് x² എന്നുള്ള ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യാനാണ് പറഞ്ഞത്, അല്ലേ? s² എന്നുള്ള ഫംഗ്ഷൻ ഞാൻ ടൈപ്പ് ചെയ്യും. ശേഷം മിനിമം -10 മാക്സിമം 10 ഇൻക്രിമെൻറ്റ് 0.1 ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാനാണ് രണ്ടാമത് പറഞ്ഞത്. ഓക്കെ, രണ്ടാമത് പറഞ്ഞ കാര്യം ഞാൻ ചെയ്യാൻ പോവാണ്. സ്ലൈഡർ ഉണ്ടാക്കുന്നു. സ്ലൈഡർ ടൂൾ ബോക്സിൽ പോയിട്ട് സ്ലൈഡർ ഉണ്ടാക്കുന്നു. സ്ലൈഡറിൻ്റെ പേര് A ആണ്. ഇൻക്രിമെൻറ്റ് 0.1 ആണ്. 0.1. മിനിമം -10 ആണ്. മിനിമം -10. മാക്സിമം 10 ആണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്തു. 3 പോയിന്റുകൾ പ്ലോട്ട് ചെയ്യണം. A0, AF(a), 0f(a). കൃത്യമായിട്ട് മനസ്സിലാക്കുക. A0 എന്നുള്ള പോയിന്റ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? A0 എന്നുള്ള പോയിന്റ് x-ആക്സിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ടൈപ്പ് ചെയ്യുന്നത് കറക്റ്റ് ആണെങ്കിൽ A0 x-ആക്സിൽ ഉണ്ടാവും. രണ്ടാമത് AF(a) ആണ് വേണ്ടത്. രണ്ടാമത് AF(a) ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ പേര് ഡീഫോൾട്ടായിട്ട് B തന്നെയായിരിക്കും. B = എന്ന് എഴുതണമെന്നില്ല. AF(a) എന്നുള്ള പോയിന്റ് എവിടെ ആയിരിക്കും ഉണ്ടാവുക? A(f)(a). ശ്രദ്ധിച്ച് ടൈപ്പ് ചെയ്യണം. കൃത്യമായിട്ട് ബ്രാക്കറ്റൊക്കെ കൊടുക്കണം. AF(a) എന്നുള്ള പോയിന്റ് ഗ്രാഫിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, B എന്നുള്ള പോയിന്റ് ഗ്രാഫിലായിരിക്കും ഉണ്ടാവുക. പിന്നെ C ആണ് 0f(a). 0f(a) എന്നുള്ള പോയിന്റ് എവിടെ ഉണ്ടാവും? 0f(a) എന്നുള്ള പോയിന്റ് y-ആക്സിലായിരിക്കും. x കോർഡിനേറ്റ് 0 ആണല്ലോ. അപ്പം 0f(a) എന്നുള്ള പോയിന്റ് y-ആക്സിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി വേണ്ടത് ലൈൻ സെഗ്മെന്റ്സ് AB BC വരയ്ക്കുക. ABBC എന്നുള്ള ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. ലൈൻ ടൂളിൽ പോവുക, സെഗ്മെന്റ് ടൂൾ എടുക്കുക. എന്നിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. ബിയിൽ നിന്ന് സിയിലേക്കും ലൈൻ സെഗ്മെന്റ് വരയ്ക്കുക. ഓക്കെ, ഏത് പുതിയ ടൂൾ എടുത്താലും അതിൻ്റെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മൂവ് ടൂളിൽ പോയി ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കണം എഫിനും എക്കും. ഇൻപുട്ട് ബോക്സ് എന്തിനാണ് ഉണ്ടാക്കുന്നത്? ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്താണോ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എഫിന് ഇൻപുട്ട് ബോക്സ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നു. എഫിന് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുമ്പോൾ f(x) = എന്ന് എഴുതുക. ഫംഗ്ഷൻ ആണല്ലോ, അതുകൊണ്ട് f(x) = എന്ന് എഴുതിയിട്ട് f(x)മായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ശേഷം സ്ലൈഡറിന് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് സ്ലൈഡറിന് ഇൻപുട്ട് ബോക്സ് ഉണ്ടാക്കുന്നത്. സ്ലൈഡറിൻ്റെ പേര് A എന്നാണ്. A = എന്ന് കൊടുത്തിട്ട് സ്ലൈഡറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ മാർക്ക് നമുക്ക് ലഭിക്കുകയാണ്. ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തിനാണ് ഈ ഒരു ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി നമുക്ക് ഈ ഒരു ആപ്ലെറ്റ് ഉപയോഗിക്കാം. അത് എളുപ്പമാകാൻ വേണ്ടി ഇവിടെ ഉണ്ട് ബിയുടെ കോർഡിനേറ്റ്സ്, എങ്കിലും എളുപ്പമാകുന്നതിന് വേണ്ടി ഈ ബിയുടെ കോർഡിനേറ്റ്സ് ഒന്ന് കാണിക്കുന്നത് നല്ലതാണ്. ബി എന്നുള്ള പോയിന്റ് കോർഡിനേറ്റ്സ് കാണിക്കുക. അപ്പോൾ നെയിം ആൻഡ് വാല്യൂവിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ കോർഡിനേറ്റ്സ് കാണാൻ പറ്റും. ബി ആണ് കൂടുതൽ കൃത്യമായിട്ട് കാണേണ്ടത് എന്നുള്ളത് കൊണ്ട് ബി ഒന്ന് ഹൈലൈറ്റ് ചെയ്താൽ നന്നാവും. കളറൊക്കെ കൊടുത്ത് ഒന്ന് വൃത്തിയാക്കിയാൽ നന്നാവും. ഓക്കെ, ഇനി
ജി എന്നുള്ള ഈ പേരുകളൊന്നും ഇവിടെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഷോ ലേബൽ എന്ന് കൊടുത്താൽ അതിൻ്റെ പേരുകൾ എച്ച് എന്നുള്ള പേരൊന്നും ആവശ്യമില്ല. അതൊക്കെ വേണമെങ്കിൽ ഒഴിവായിക്കോളും. ഓക്കെ, വേണമെങ്കിൽ ഇത് ലൈൻ സെഗ്മെൻറ്റിന് നമുക്കൊരു ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കൊടുക്കുന്ന രൂപത്തിൽ വൃത്തിയിൽ ഇതൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇതൊക്കെ ഓപ്ഷനാണ്, ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല. വൃത്തിയാകാൻ വേണ്ടി ഇതൊക്കെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായി, അതായത് ഈ ആപ്ലെറ്റ് നിർമ്മിക്കുക എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറായി 3 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, 1ൻ്റെ സ്ക്വയർ കാണാൻ വേണ്ടി 1 എന്ന് സ്ലൈഡറിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ കിട്ടും. ആരാ 1ൻ്റെ സ്ക്വയർ? 1 തന്നെയാണ്, ബിയുടെ വൈ കോർഡിനേറ്റ്. 2ൻ്റെ സ്ക്വയർ കാണണമെങ്കിൽ 1 മാറ്റി 2 എന്ന് കൊടുത്താൽ മതി. എത്രയാണ് 2ൻ്റെ സ്ക്വയർ? 4 ആണല്ലോ. അപ്പോൾ 2ൻ്റെ സ്ക്വയർ ദാ ബിയുടെ വൈ കോർഡിനേറ്റ് 4. ഏത് നമ്പറിൻ്റെയും സ്ക്വയർ നമുക്ക് ഈ ഒരു ആപ്ലെറ്റ് ഉപയോഗിച്ച് കാണാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ ഒരു ആപ്ലെറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. സ്ക്വയർ കാണാൻ വേണ്ടി സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനാണ് കൊടുക്കേണ്ടത്. ക്യൂബ് ആണെങ്കിൽ ക്യൂബ് കൊടുക്കണം. എന്താണോ ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആ ഫംഗ്ഷൻ പറയുന്ന കാര്യം നമുക്ക് ഈ ഒരു നമ്പർ കൊടുത്തുകൊണ്ട് നമുക്ക് ലഭിക്കും. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇനി ഞാൻ ഇതിൻ്റെ ആൻസർ എഴുതുന്ന ശൈലി ഒന്ന് കാണിച്ചു തരാം. ഒന്നുമില്ല, ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് മാത്രം എഴുതിയാൽ മതി. ആപ്ലെറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് എഴുതിയതിന് ശേഷം ടീച്ചറിനെ വിളിച്ചിട്ട് നിങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ആപ്ലെറ്റ് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന രണ്ടാമത്തെ ചോദ്യം 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ മുകളിൽ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ആപ്ലെറ്റ് ഉപയോഗിച്ചിട്ട് 4.6ൻ്റെ സ്ക്വയർ കാണുക. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരത്തെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ആപ്ലെറ്റിലേക്ക് നമ്മൾ മടങ്ങുക. അപ്പം മിനിമൈസ് ചെയ്തിട്ട് വേണം ആൻസർ എഴുതാൻ. ഓക്കെ, ഇനി ആപ്ലെറ്റ് നേരത്തെ നമ്മൾ നിർമ്മിച്ചിരിക്കുന്ന ആപ്ലെറ്റ് ഇതാണല്ലോ. ഇതിൽ നമുക്ക് വേണ്ടത് എന്താണ്? ആരുടെ സ്ക്വയറാണ് വേണ്ടത്? 4.6ൻ്റെ സ്ക്വയർ. എന്തായിരിക്കും ചെയ്യുക? ഇവിടെയാണോ 4.6 കൊടുക്കുക എഫ് ഓഫ് എക്സിന്? അല്ല, എഫ് ഓഫ് എക്സിന് എസ് സ്ക്വയർ അവിടെ വേണം. സ്ലൈഡറിൽ എന്ത് കൊടുക്കുക? 1 എന്ന് മാറ്റിയിട്ട് 4.6 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് 4.6ൻ്റെ സ്ക്വയർ കിട്ടും. എത്രയാണ് 4.6ൻ്റെ സ്ക്വയർ? 21.16. കണ്ടോ, 4.6ൻ്റെ സ്ക്വയർ എത്രയാണ്? 21.16. ഇങ്ങനെ താഴേക്ക് കൊണ്ടുവന്ന് നോക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ഇവിടെ ഉണ്ട് ആൻസർ 21.16. അത് നിങ്ങൾ ബിയുടെ കളറൊക്കെ മാറ്റി കൊടുത്തിട്ട് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബിയുടെ വൈ കോർഡിനേറ്റ് കാണാൻ പറ്റും. 21.16 അത്ര മാത്രമേ എഴുതാനുള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ല. മെത്തേഡൊന്നും എഴുതാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആൻസർ മാത്രം എഴുതിയാൽ മതി. 4.6ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 21.16. ഓക്കെ, വെറും 21.16 എന്ന് എഴുതരുത്. 4.6 സ്ക്വയർ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരാം. യൂസിംഗ് ദി എബോവ് ആപ്ലെറ്റ് ഫൈൻഡ് ദി അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് സൈൻ 5.7 ആൻഡ് എക്സ്പ്ലെയിൻ ദി മെത്തേഡ്. ഇവിടെ മെത്തേഡ് എഴുതാൻ കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തു എന്ന് കൂടി എഴുതണം. സൈൻ 5.7ൻ്റെ വാല്യൂ കാണണം. കൂടെ എങ്ങനെയാണ് സൈൻ 5.7ൻ്റെ വാല്യൂ നിങ്ങൾ കണ്ടുപിടിച്ചത് എന്ന് കൂടി എഴുതണം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ലാസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള ആപ്ലെറ്റ് അല്ലേ. ആപ്ലെറ്റ് വീണ്ടും എടുക്കുന്നു. ആരുടെ വാല്യൂ ആണ് വേണ്ടത്? സൈൻ 5.7ൻ്റെ വാല്യൂ ആണ് വേണ്ടത്. നല്ലോണം ശ്രദ്ധിക്കണം. അന്നേരം എഫ് ഓഫ് എക്സിന് ഒരു കാരണവശാലും സൈൻ 5.7 എന്ന് കൊടുക്കരുത്. പിന്നെ എന്താ കൊടുക്കേണ്ടത്? എക്സ് സ്ക്വയറിന് ഏതാണ് അവിടെ ഫംഗ്ഷൻ? സൈൻ എക്സ് അല്ലേ. സൈൻ എക്സ് എന്നാണ് കൊടുക്കേണ്ടത്. സൈൻ വാല്യൂ ആണെങ്കിൽ സൈൻ എക്സ്, കോസ് വാല്യൂ ആണെങ്കിൽ കോസ് എക്സ്, ടാൻ വാല്യൂ ആണെങ്കിൽ ടാൻ എക്സ്. ആ ഫംഗ്ഷനെ അവിടെ കൊടുക്കാവൂ. സൈൻ എക്സ് എന്ന് അവിടെ കൊടുക്കുന്നു. എന്നിട്ടോ 5.7 സൈൻ 5.7ൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഈ സ്ലൈഡർ വാല്യൂ എന്താക്കി മാറ്റുക? 5.7 ആക്കി മാറ്റുക. മനസ്സിലായല്ലോ? ഇവിടെ കൊണ്ടുപോയി സൈൻ 5.7 എന്ന് ടൈപ്പ് ചെയ്യരുത്. ഇവിടെയാണ് 5.7 ടൈപ്പ് ചെയ്യേണ്ടത്. അന്നേരം ബിയുടെ വൈ കോർഡിനേറ്റ് ആരാ? ബിയുടെ വൈ കോർഡിനേറ്റ് -0.557. അതാണ് സൈൻ 5.7. എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത്? ഫംഗ്ഷൻ സൈൻ എക്സ് കൊടുത്തു, സ്ലൈഡർ 5.7 കൊടുത്തു. അന്നേരം ബിയുടെ വൈ കോർഡിനേറ്റ് ആണ് നമ്മുടെ വാല്യൂ. സൈൻ 5.7ൻ്റെ ആൻസർ ബിയുടെ വൈ കോർഡിനേറ്റ് ആണ്. അതായത് -0.551 ആണ്. ഇങ്ങനെയാണ് ആ ചോദ്യത്തിൻ്റെ ആൻസർ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് മെത്തേഡ് എഴുതാൻ പറഞ്ഞതുകൊണ്ട് മെത്തേഡ് കൂടി എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. വാരി വലിച്ചെഴുതിട്ട് കാര്യങ്ങൾ മാത്രം എഴുതുക. സെറ്റ് ദി ഫംഗ്ഷൻ ഇൻ ഇൻപുട്ട് ബോക്സ് ആക്സ് സൈൻ എക്സ്. ഇൻപുട്ട് ബോക്സിലെ ഫംഗ്ഷൻ സൈൻ എക്സ് ആയിട്ട് മാറ്റി.
എഡിറ്റ് സ്ലൈഡർ വാല്യൂ ഇൻ ഇൻപുട്ട് ബോക്സ് ആസ് 5.7 5.7 എന്ന് സ്ലൈഡർ വാല്യൂ കൊടുത്തു. അന്നേരം y കോർഡിനേറ്റ് ഓഫ് ബി ഇസ് ദി വാല്യൂ ഓഫ് സൈൻ 5.7 സൈൻ 5.7 വാല്യൂ ആരാ ബിയുടെ y കോർഡിനേറ്റ് ആണ്. എന്നിട്ട് വാല്യൂ എഴുതുക സൈൻ 5.7 ഈക്വൽ ടു -0.551 ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇതിനാണ് 3 മാർക്ക്. ഇത്രയും വിശദമായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് എ ഈക്വൽ 5.7 എന്ന് എഴുതിയാൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് എ ഈക്വൽ 5.7 ദെൻ y കോർഡിനേറ്റ് ഓഫ് ബി ഇസ് ദി വാല്യൂ ഓഫ് സൈൻ ഈ പോയിന്റ് എഴുതണം. y കോർഡിനേറ്റ് ഓഫ് ബി ഇസ് ദി വാല്യൂ ഓഫ് സൈൻ 5.7 എന്നിട്ട് ആൻസർ എഴുതാം. ഇത് രണ്ടും ഇതുപോലെ എഴുതുന്നതിന് പകരം എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് എ ഈക്വൽ 5.7 എന്ന് എഴുതിയാലും മതിയാകും. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ. മുകളിലുള്ള ആപ്ലെറ്റ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ 2⁴.4ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. മെത്തേഡ് എഴുതണം. നേരത്തെ ചോദ്യത്തിന്റെ ആവർത്തനമാണ്. ഓക്കെ, അത് 2 മാർക്ക് 8 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. 10 മാർക്കും കിട്ടാൻ വേണ്ടിയിട്ടാണ് 10 മാർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് 8 മാർക്ക് ലഭിക്കുള്ളൂ. ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇവിടെ 2⁴4 അല്ലേ വേണ്ടത്. അപ്പോൾ ഇവിടെ കൊണ്ടുപോയിട്ട് 2⁴4 എന്ന് ടൈപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. പിന്നെന്താ വേണ്ടത്? അവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഫംഗ്ഷനായിട്ട് കൊടുക്കേണ്ടത് 2 x എന്നാണ് കൊടുക്കേണ്ടത്. 2x 2⁴4 അല്ല 2x എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2x ഗ്രാഫ് ഇവിടെ കാണും. ആരുടെ വാല്യൂ നമുക്ക് വേണ്ടത്? 3.4ന്റെ 2⁴ വാല്യൂ വേണ്ടത്. അപ്പോൾ 3.4 എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ സ്ലൈഡർ വാല്യൂ കൊടുക്കുമ്പോൾ 2⁴ വാല്യൂ നമുക്ക് കിട്ടും. ആരാ 3.4ന്റെ വാല്യൂ? ബിയുടെ y കോർഡിനേറ്റ്. 2⁴ വാല്യൂ 10.556 എന്നാ കണ്ട. 3.4ന്റെ y വാല്യൂ ബിയുടെ y വാല്യൂ എന്ന് പറയുന്നത് 10.556 എന്ന. വളരെ സിമ്പിൾ അല്ലേ? ഒരു കാരണവശാലും 2⁴4 എന്ന് കൊടുക്കരുത്. 2x കൊടുക്കുന്നു, 3.4 സ്ലൈഡറിൽ കൊടുക്കുന്നു. അന്നേരം 10.556 എന്ന ആൻസർ കിട്ടുന്നു. ഈ ഒരു കാര്യം നമ്മൾ ആൻസർ ഷീറ്റിൽ എഴുതി വെക്കുന്നു. അതോടുകൂടി ലാബ് 1ലെ എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ ആൻസർ എഴുതുന്നു. ഓക്കെ, ആൻസർ എഴുതുമ്പോൾ എഴുതേണ്ടത് ഇൻപുട്ട് ബോക്സ് ഫംഗ്ഷൻ്റെ ഇൻപുട്ട് ബോക്സ് 2x ആക്കണം. സ്ലൈഡർ ഇൻപുട്ട് ബോക്സ് 3.4 ആക്കണം. അന്നേരം ബിയുടെ y കോർഡിനേറ്റ് ആയിരിക്കും 2⁴4ന്റെ ആൻസർ. അതായത് 2⁴4 ഈക്വൽ 10.556. ഇങ്ങനെ എഴുതുന്നതിന് പകരം എന്തെഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ 2x എ ഈക്വൽ 3.4 ദെൻ വാല്യൂ y കോർഡിനേറ്റ് ഓഫ് ബി ഇസ് ദി വാല്യൂ ഓഫ് 2⁴4 എന്നിട്ട് ആൻസറും കൂടി എഴുതി വെച്ചാൽ ഇതിൻ്റെ ആൻസർ ഇവിടെ പൂർണ്ണമാകും. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന ലാബാണ്. ലാബ് 1 തെറ്റിക്കരുത്, അശ്രദ്ധ ഉണ്ടാവരുത്. കൃത്യമായിട്ടും വൃത്തിയായിട്ടും ആൻസർ ഷീറ്റിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. നന്നായിട്ട് ലാബ് 1 അല്ല ലാബ് മൊത്തം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.